ചെയ്യരുത്. നമ്മളെപ്പോഴും എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും നന്നായിക്കോട്ടെ, എന്താണോ നമ്മുടെ ആവശ്യം അതും കൂടെ മുൻനിർത്തിയായിരിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണം പ്രാർത്ഥിക്കേണ്ടത്. മന്ത്രം ജപിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അത്ഭുതകരമായ മന്ത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുവാണെന്നുണ്ടെങ്കിൽ രോഗമുക്തി ഉണ്ടാവും, അതുപോലെ സാമ്പത്തിക വർധനവ് ഉണ്ടാവും, പല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കഴിവുകളും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്തവരുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അവർക്ക് ചിലപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉഗ്രമന്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൂടാതെ പലരും ജോലിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ശത്രുക്കൾ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അവർ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചിലർക്കാണെങ്കിലോ വേതനം കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ജോലി തടസ്സം വരാൻ വരെ നമുക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യും. അപ്പോൾ ഈ മന്ത്രം ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളത് പറയുമ്പോൾ 21 തവണയാണ് ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. 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 ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ.